ഒട്ടുമിക്ക സ്ത്രീകളിലും പ്രത്യേകിച്ചും കൗമാരപ്രായക്കാരിൽ കണ്ടുവരുന്ന ഒരു ഹോർമോണൽ ഡിസോർഡറാണ് PCOD എന്ന് പറയുന്നത്. ഇത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, ഇത് വരുന്നതിനുള്ള പ്രധാന കാരണം, ഇവയൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ സ്റ്റെഫി ജലസ്റ്റിൻ, പ്രാണനൈച്ഛിക ഹോസ്പിറ്റൽ, കൊല്ലം. ഒട്ടുമിക്ക സ്ത്രീകളിലും പ്രത്യേകിച്ച് കൗമാരപ്രായക്കാരിൽ കണ്ടുവരുന്ന ഒരു ഹോർമോണൽ ഡിസോർഡറാണ് PCOD എന്ന് പറയുന്നത്. പണ്ടൊക്കെ 20 പേരിൽ അല്ലെങ്കിൽ 20 പേരിൽ ഒരാളെന്ന് കാണിച്ചിരുന്ന ഒരു സ്റ്റഡീസ് അല്ലെങ്കിൽ ആ ഒരു റിസർച്ചേഴ്സ് ഇപ്പോൾ പറയുന്നത് 5 പേരിൽ ഒരാൾക്ക് PCOD ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒരു ക്ലാസ് റൂം എടുക്കുകയാണെങ്കിൽ ഒരു 50 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ അത് 45 പേർക്കും PCODയുടെ ലക്ഷണങ്ങളും PCODയും ഉണ്ട്. ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങളെന്ന് പറയുന്നത് പീരിയഡ്സ് ഇറഗുലർ ആകുന്നത്, കൂടുതലായിട്ടും രോമവളർച്ച ഉണ്ടാകുന്നത്, പ്രത്യേകിച്ചും മുഖത്തിലും കഴുത്തിലൊക്കെ രോമവളർച്ച ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ കഴുത്തിലും കാൽമുട്ടുകളിലും കൈമുട്ടുകളിലും ഇരുണ്ട പാടുണ്ടാക്കുന്നത്, മുഖത്തെ നിറത്തിന് വ്യത്യാസമുണ്ടാകുന്നത്, കൂടുതൽ ചുളിവുണ്ടാക്കുന്നത്, അതുപോലെ തന്നെ മുഖക്കുരു ഉണ്ടാകുന്നത്, കൂടുതലും പൊണ്ണത്തടി, പ്രത്യേകിച്ചും വയറുഭാഗങ്ങളിൽ അല്ലെങ്കിൽ വേസ്റ്റ് റീജിയനിൽ അമിതമായിട്ടുള്ള വണ്ണം ഉണ്ടാക്കുന്നത്, ഇതൊക്കെയാണ് PCODയുടെ പ്രധാന ലക്ഷണങ്ങൾ. കൂടാതെ ഹെയർ ഫോൾ ഒരു പ്രധാന കാരണം തന്നെയാണ് PCODയിൽ. പ്രത്യേകിച്ച് ആണുങ്ങളിൽ കാണുന്ന കഷണ്ടി പോലെ തന്നെ സ്ത്രീകളിൽ ചില ഭാഗങ്ങളിൽ മാത്രം, പ്രത്യേകിച്ചും ചില ഭാഗങ്ങളിൽ മാത്രം മുടിയുടെ കട്ടി കുറയുക അല്ലെങ്കിൽ തിന്നാക്കുക, പെട്ടെന്ന് പൊട്ടിപ്പോവുക, അതുപോലെ തന്നെ പ്രമേഹ രോഗികൾ അല്ലെങ്കിൽ പ്രമേഹമുള്ളവർക്ക് PCOD വരാൻ സാധ്യത കൂടുതലാണ്. ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് PCODയുടെ പ്രധാന കാരണമെന്നത്. നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഷുഗർ കണ്ടൻറ്റിനെ റിസീവ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഇൻസുലിൻ്റെ ഫങ്ഷൻ. ചില സമയങ്ങളിൽ ഇത് ഇൻസുലിൻ ഗ്ലൂക്കോസിനെ റിസീവ് ചെയ്യാതെ ബ്ലഡിൽ തന്നെ അതിൻ്റെ അളവ് കൂടി നിൽക്കുന്നു. ഈ ഇൻസുലിൻ, അധികമായിട്ടുള്ള ഇൻസുലിൻ ആൻഡ്രോജൻ എന്ന പറയുന്ന ഹോർമോണിൽ അല്ലെങ്കിൽ ആൻഡ്രോജൻ എന്ന് പറയുന്ന മെയിൽ ഹോർമോണിൻ്റെ പ്രൊഡക്ഷന് കാരണമാകുന്നു. ഈ മെയിൽ ഹോർമോണിൻ്റെ പ്രൊഡക്ഷനാണ് അല്ലെങ്കിൽ ഈ അധികമായിട്ട് കാണുന്ന ഈ മെയിൽ ഹോർമോണാണ് മുഖത്തും കഴുത്തിലും രോമ വളർച്ചയ്ക്കും, അതുപോലെ തന്നെ ചിലരുടെ സൗണ്ട് കുറച്ച് ഹാർഡായിട്ട് തിക്കായിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ആണുങ്ങളെ പോലെ തന്നെ ആണുങ്ങൾക്ക് സിമിലറായിട്ടുള്ള സംസാരം തന്നെ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അവരുടെ സൗണ്ട് അത്രയും തിക്കാകുന്നതിന് പ്രധാന കാരണം ആൻഡ്രോജൻ ഹോർമോണിൻ്റെ സെക്രേഷൻ, അതായത് മെയിൽ ഹോർമോണിൻ്റെ സെക്രേഷനാണ് ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം. ഇൻസുലിൻ റെസിസ്റ്റൻസ് ആൻഡ്രോജൻ ഹോർമോൺസ്, അതായത് ബ്ലഡിൽ ഇൻസുലിൻ്റെ അളവ് കൂടുതൽ കാണപ്പെടുന്നത് ആൻഡ്രോജൻ ഹോർമോണിൻ്റെ അളവ് കൂട്ടുകയും ഇത് ലൂട്ടിനൈസിങ് ഹോർമോൺ അതുപോലെ തന്നെ ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യുന്നു. ഇത് ഓവുലേഷനെ സ്ലോ ചെയ്യുന്നു അല്ലെങ്കിൽ ഓവം പുറത്തു വരുന്നത് തടയുകയും ചെറിയ ചെറിയ കുമിളകൾ പോലുള്ള സിസ്റ്റ് ഫോമായിട്ട് ഓവറീസിൽ ഫോം ചെയ്യുകയും ചെയ്യുന്നു. ഇത് ഓവറീസ് ഇൻഫ്ലെയിം ആകുന്നതിന് അല്ലെങ്കിൽ ഓവറി നീർവീക്കമാകുന്നതിന് കാരണമാകുന്നു. ശരീരത്ത് ഇൻസുലിൻ്റെ അളവ് കൂടുതലായി കാണുന്നത് മെയിൽ ഹോർമോണായ ആൻഡ്രോജൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുന്നു. ഇത് നമ്മുടെ ശരീരത്തിലെ സ്ത്രീകളുടെ ശരീരത്തിലെ ലൂട്ടിനൈസിങ് ഹോർമോൺ അതുപോലെ തന്നെ ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ റേഷ്യോ കൂട്ടുന്നു. ഇതിലൂടെ ഓവം റിലീസാകുന്നത് ചെറുതാകുകയോ അല്ലെങ്കിൽ ഓവം റിലീസാകുന്ന ഓവം വളരെ ചെറിയ ഫോമിൽ അല്ലെങ്കിൽ സിസ്റ്റ് ഫോമിൽ ഓവറിസിൽ തങ്ങി നിൽക്കുകയോ ചിലപ്പം ഓവം റിലീസാകാതെയോ പോകുന്നു. ഇതാണ് പീരിയഡ്സ് മിസ്സാകുന്നതിനും ഇറഗുലർ പീരിയഡ്സിനും പ്രധാനമായിട്ടുള്ള കാരണം. സ്ത്രീകളിൽ മെയിൽ ഹോർമോണായ ആൻഡ്രോജൻ കൂടുതലായി ഉണ്ടാകുന്നത് രോമ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ അതിന് ഹിർസുട്ടിസം എന്ന് പറയും. കൂടുതലായിട്ടും മേൽചുണ്ടിന് മുകളിലും താടിയിലും കവിൾ തടങ്ങളിലും കൂടുതലായിട്ടും രോമ വളർച്ച ഉണ്ടാകുക, ചിലപ്പോൾ അത് നെക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാം. അതുപോലെ തന്നെ കഴുത്തിലും കവിളിലും എന്താ പറയുക ഫാറ്റ് ഡെപ്പോസിറ്റ് ഉണ്ടാകുക, സൗണ്ടിനുണ്ടാകുന്ന ചേഞ്ചസ്, ഇതൊക്കെ മെയിൽ ഹോർമോണായ ആൻഡ്രോജൻ്റെ അമിതമായിട്ടുള്ള പ്രസൻസ് ബ്ലഡിൽ ഉണ്ടാകുന്നത് കൊണ്ടാണ്. ചില കുട്ടികളിൽ അല്ലെങ്കിൽ ചില സ്ത്രീകളിൽ PCOD അല്ലെങ്കിൽ PCOD വരുമ്പോൾ അവർക്ക് വളരെ അസഹനീയമായിട്ടുള്ള വേദന ഉണ്ടാകുന്നു, പ്രത്യേകിച്ച് പെൽവിക് റീജിയനിലും ബാക്ക് പെയിനും ഉണ്ടാകുന്നുണ്ട്. സോ ഇതൊക്കെ ഈ PCODയുടെ അല്ലെങ്കിൽ ഈ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങളാണ്. ചില സ്ത്രീകളിൽ ഇൻഫെർട്ടിലിറ്റിക്ക് തന്നെ പ്രധാന കാരണമാകുന്നത് ഈ PCOD ആണ്. പല സ്ത്രീകളിലും PCOD ഉണ്ട്, പക്ഷേ ചില സ്ത്രീകളിൽ മാത്രം ഇൻഫെർട്ടിലിറ്റി പറഞ്ഞതുപോലെ തന്നെ ചില സ്ത്രീകളിൽ പല രീതിയിലുള്ള ഹാർട്ട് ഡിസീസും ഡയബറ്റീസും അതുപോലെ തന്നെ കോറണറി ആർട്ടറി ഡിസീസും ഉണ്ടാക്കുന്നതിന് PCOD ഒരു പ്രധാന കാരണം തന്നെയാണ്. സോ ഇത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് വെച്ചാൽ കൂടുതലായിട്ട് നമുക്ക് നല്ല ഉറക്കം, ശരിയായിട്ടുള്ള ഭക്ഷണ രീതി, ശരിയായ വ്യായാമത്തിലൂടെ ഈ മൂന്ന് കാര്യങ്ങളും ക്രമീകരിക്കുന്നതിലൂടെ നമുക്ക് നല്ല രീതിയിൽ PCOD മാനേജ് ചെയ്യാനും വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാനും സാധിക്കും. രാത്രികളിൽ വൈകി കിടക്കുന്നതും രാവിലെ വൈകി എണീക്കുന്നതും ഒരു പ്രധാന കാരണമാണ് PCOD വരുന്നതിന്. ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടുന്നു. രാവിലെ താമസിച്ച് എണീക്കുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ്
കൂടുന്നതിന് ഒരു പ്രധാന കാരണമാണ്. ഒട്ടുമിക്ക കുട്ടികളും രാത്രി ഇരുന്ന് ഒത്തിരി പഠിച്ചിട്ട് ഇപ്പോൾ 10 മണി കഴിഞ്ഞിട്ട് സാധാരണ നമ്മൾ 10 മണിക്ക് കിടക്കേണ്ടതാണ്, പക്ഷേ 10 മണി കഴിഞ്ഞ് 12 2 മണിയൊക്കെ ഇരുന്ന് പഠിച്ചിട്ടൊക്കെ ആയിരിക്കും കിടക്കുന്നത്. സോ ഈ 10 to 2 എന്ന് പറയുന്നത് 10 to 2 വരെയുള്ള ഉറക്കം വളരെ ആവശ്യമാണ്. കാരണം ഈ സമയത്തിലാണ് മെലനിൻ പ്രൊഡക്ഷനും അതുപോലെ തന്നെ ബാക്കിയുള്ള ഹോർമോൺസിൻ്റെയും സെക്രീഷനും പ്രൊഡക്ഷനും ശരിയായ തോതിൽ നടക്കുന്നത്. എന്നാൽ ഈ സമയങ്ങളിൽ ഉറങ്ങാതിരിക്കുകയാണെങ്കിൽ ഈ ഹോർമോൺ പ്രൊഡക്ഷൻ വളരെ കുറയുന്നു, അല്ലെങ്കിൽ ഹോർമോൺ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നില്ല. ഇത് ഒരു പരിധി വരെ ഇൻസുലിൻ റെസിസ്റ്റൻസിനും PCOD പോലുള്ള കണ്ടീഷൻസിനും കാരണമാകുന്നു. സോ നല്ല ഉറക്കം ഒരു പരിധി വരെ പല രീതിയിലുള്ള ഹോർമോണൽ ഡിസോർഡേഴ്സിന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാണ്. കൂടാതെ നല്ല രീതിയിലുള്ള ഭക്ഷണം, പ്രത്യേകിച്ചും ഭക്ഷണത്തിൽ പ്രോട്ടീനും ഫൈബറും അതുപോലെ തന്നെ വിറ്റമിൻസും മിനറലും അടങ്ങിയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് കൊണ്ടുപോകുന്നത് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് PCOD ഉള്ളവരിൽ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ അവർക്ക് ഒത്തിരി വിശക്കും. കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് ശരീരത്തിൽ പെട്ടെന്ന് കാർബ്സിൻ്റെ അളവ് കുറഞ്ഞു വരുമ്പോൾ വീണ്ടും അവർക്ക് പെട്ടെന്ന് വിശക്കും. സോ അവർക്ക് അമിതമായിട്ടുള്ള ഭക്ഷണത്തിനോടുള്ള പ്രിയം കൂടുതലാണ്. സോ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഹൈ ഫൈബർ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഹൈ ഫൈബർ ഫുഡ് കൊടുക്കുമ്പോൾ ഒന്ന്, ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറയ്ക്കുന്നു. രണ്ട്, ഇത് നമുക്ക് സറ്റൈറ്റി ഫീലിങ്സ് തരുന്നു. ഫൈബർ റിച്ച് ഫുഡ് ഐറ്റംസ് സറ്റൈറ്റി ഫീലിങ്സ് തരികയും നമ്മുടെ വയറ് എപ്പോഴും ഒരു ഫുൾഫിൽഡ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് തരികയും ചെയ്യുന്നു. സോ കഴിവതും ഫൈബർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫൈബർ റിച്ച് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഫൈബർ റിച്ച് ഫുഡ് ഐറ്റംസ് എന്ന് പറയുകയാണെങ്കിൽ കൂടുതലും ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അതുപോലെ തന്നെ വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലും കാണുന്നു. ഫ്രൂട്ട്സിൽ കഴിവതും ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സ് തിരഞ്ഞെടുക്കുന്നത് വളരെ നല്ലതാണ്. ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ഫ്രൂട്ട്സ് എന്ന് പറയുകയാണെങ്കിൽ പപ്പായ, ഗോവ, അതുപോലെ തന്നെ വാട്ടർമെലൺ, ഇവയൊക്കെ ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സാണ്. സോ ഇതൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ വളരെ കാലറി കുറയുന്നത് കൊണ്ട് നമുക്ക് ഫാറ്റ് ബേണിങ്ങിനും അമിതവണ്ണം കുറയ്ക്കുന്നതിനും വളരെ ഹെൽപ്ഫുള്ളാണ് ലോ ഗ്ലൈസമിക് ആൻഡ് ഹൈ ഫൈബർ റിച്ച് ഡയറ്റ്. കൂടുതലും ലീൻ പ്രോട്ടീൻസ് എടുക്കുന്നത് വളരെ നല്ലതാണ്. ലീൻ പ്രോട്ടീൻസ് കൂടുതലും ചിക്കനിൽ കാണുന്നു, ഫിഷിൽ കാണുന്നു, അതുപോലെ തന്നെ ബീൻസിൽ കാണുന്നു. പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻസിലൊക്കെയാണ് നമ്മൾ ലീൻ പ്രോട്ടീൻ, അതുപോലെ തന്നെ പോൾട്രിയും അതുപോലെ തന്നെ ഫിഷും ഒക്കെ വളരെ നല്ലതാണ്. ഇതിലൊക്കെ ലീൻ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. കഴിവതും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻഡ് ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ഫുഡ് എടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം പ്രോപ്പറായിട്ടുള്ള ഉറക്കമില്ലായ്മ കാരണം ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കുന്നു. ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യണമെങ്കിൽ ആൻറ്റി ഓക്സിഡൻറ്റ് ഫുഡ് ഐറ്റംസ് വേണ്ടതാണ്. സോ ആൻറ്റി ഓക്സിഡൻറ്റ് ഫുഡ് ഐറ്റംസ് കഴിക്കുന്നതിലൂടെ നമുക്ക് ഓക്സിഡേറ്റീവ് സ്ട്രെസ് മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്യാനും സാധിക്കുന്നു. ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡ്, അതായത് നമുക്ക് ഓവം റിലീസാകാതെ വരുമ്പോൾ ഓവറിയിൽ വീക്കം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നു. ആ ഇൻഫ്ലമേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ കറുവപ്പട്ട അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം കറുവപ്പട്ടയ്ക്ക് ഇൻസുലിൻ സെൻസിറ്റിവിറ്റിനെ കുറയ്ക്കാൻ അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് സിന്നമൺ. സോ 1/2 ടേബിൾ സ്പൂൺ നമുക്ക് ദിവസവും കഴിക്കുന്നത്, PCOD ഉള്ളവർ ദിവസവും കഴിക്കുന്നത് വളരെ നല്ലതാണ്. വെള്ളത്തിൽ അല്ലെങ്കിൽ തേനിൽ ചാലിച്ച് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഭക്ഷണങ്ങളോ ഷേക്കോ ടീയോ എന്തെങ്കിലും ഇട്ട് നമുക്ക് കുടിക്കാവുന്നതാണ്. കൂടാതെ ഫ്ലെക്സീഡ്, സോയ, ബീൻസ്, ലെഗ്യൂംസ് ഇതുപോലുള്ളതിൽ നമുക്ക് ഫൈറ്റോ ഈസ്ട്രോജൻ ഉണ്ട്, അതായത് പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഈസ്ട്രോജൻ ഉണ്ട്. സോ നമ്മൾ ഇവ കഴിക്കുന്നത്, ഈ ഫ്ലെക്സീഡ്, സോയാബീൻ, അതുപോലെ തന്നെ ലെഗ്യൂംസ് കഴിക്കുന്നത് ഫൈറ്റോ ഈസ്ട്രോജൻ കൊണ്ടുവരികയും അത് ഫീമെയിൽ ഹോർമോണിൻ്റെ നോർമൽ പ്രൊഡക്ഷന് കാരണമാകുകയും ചെയ്യുന്നു. എസെൻഷ്യൽ ഫാറ്റി ആസിഡ് അല്ലെങ്കിൽ ഫാറ്റി ഫിഷ് അല്ലെങ്കിൽ നമ്മൾ ഫാറ്റി ഓയിൽസ് കഴിക്കുന്നത്, എസെൻഷ്യൽ ഓയിൽസ് കഴിക്കുന്നത്, വെജിറ്റബിൾ ഓയിൽസ് കഴിക്കുന്നത്, സീഡ് ഓയിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് ഒരു പരിധി വരെ നമ്മുടെ ഈ ഫാറ്റിൻ്റെ അക്കുമുലേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. രണ്ടാമത് ഹോർമോണിനെ ബാലൻസ് ചെയ്യുന്നു. മൂന്നാമത് ഇത് ആക്നിയുടെ പ്രൊഡക്ഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ സെബം പ്രൊഡക്ഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. ഇപ്പോൾ അത് ഹെയറിലായിക്കോട്ടെ, ഹെയർ ഫോളിക്കിൾസ് ഷെഡാകാതിരിക്കുന്നതിനും അതുപോലെ തന്നെ മുഖക്കുരു പോലത്തുള്ള സെബം പ്രൊഡക്ഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നതിനും വളരെ ഹെൽപ്ഫുള്ളാണ്. എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സും അതുപോലെ തന്നെ ഫിഷ് ഓയിലൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഒരു പരിധി വരെ PCODയുടെ സിംറ്റംസിനെ മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ കോസിനെ പ്രിവെൻറ്റ് ചെയ്യാനും. കഴിവതും ഓർഗാനിക് ഫുഡ് കഴിക്കാൻ നോക്കുക. നമ്മുടെ
ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലും നമ്മുടെ നാട്ടുകളിലൊക്കെ കിട്ടുന്ന നേറ്റീവ് ഫുഡ്സിനെ കൂടുതലും കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ സീസണലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഫുഡ്സ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്നതും യോഗ ചെയ്യുന്നതും വാക്കിംഗ് ചെയ്യുന്നതും അല്ലെങ്കിൽ ടെന്നീസ് പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുന്നത് വളരെ നല്ലതാണ്. ഇത് നമ്മുടെ വെയിറ്റ് റിഡക്ഷന് നല്ലതാണ്. രണ്ടാമത് ഇത് ഇൻസുലിനെയും അതുപോലെ തന്നെ ആൻഡ്രോജൻ്റെയും പ്രൊഡക്ഷൻ കുറയ്ക്കുന്നു. റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇത് നമ്മുടെ വെയിറ്റ് റിഡക്ഷനും നല്ലതാണ്, ഫാറ്റ് അക്യുമുലേഷൻ കുറയ്ക്കുന്നു. രണ്ടാമത് ഇത് ആൻഡ്രോജനും അതുപോലെ തന്നെ ഇൻസുലിൻ്റെയും അളവ് നമ്മുടെ ശരീരത്തിൽ കുറയ്ക്കുന്നു. മൂന്നാമത് ഇത് ഓവുലേഷൻ പ്രോസസ്സ് ക്ലിയർ ആക്കുന്നു. ഒത്തിരി സ്ട്രെസ്ഡ് ആയിട്ടുള്ളവർക്ക്, ഒത്തിരി ടെൻഷൻ അല്ലെങ്കിൽ ആൻസൈറ്റിക് ആയിട്ടുള്ളവർക്കൊക്കെ അല്ലെങ്കിൽ ഉറക്കം ശരിയായിട്ട് ഇല്ലാത്തവർക്കൊക്കെ ഈ PCOD വരാണ്ട് ചാൻസ് വളരെ കൂടുതലാണ്. കാരണം സ്ട്രെസ് ആകും തോറും ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടിക്കൊണ്ടേയിരിക്കുന്നു. സോ യോഗ, മെഡിറ്റേഷൻ പോലുള്ളവ പ്രാക്ടീസ് ചെയ്യുന്നതും പ്രോപ്പറായിട്ടുള്ള ഉറക്കം, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതും പ്രാണായാമ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ ഒരു പരിധി വരെ അല്ലെങ്കിൽ മുഴുവനായിട്ട് നമുക്ക് ഈ സ്ട്രെസ്സ് മാനേജ് ചെയ്യാനും ഇതിലൂടെ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറയ്ക്കാനും അല്ലെങ്കിൽ ആൻഡ്രോജൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുന്നതിനും ഹെൽപ്ഫുള്ളാണ്. കൂടാതെ സിങ്ക്, മെഗ്നീഷ്യം അടങ്ങിയ ഫുഡ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതൊന്ന് ഇൻഫ്ലമേഷനെ കുറയ്ക്കുന്നു. രണ്ടാമത് ഇത് ആക്നെയും മാർക്സിനെയും അതുപോലെ തന്നെ ആക്നെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് ഈ സിങ്ക് അതുപോലെ തന്നെ മെഗ്നീഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ. ഇനി പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ കഴിവതും 3 മുതൽ 3.5 ലിറ്റർ വരെ വെള്ളം ദിവസവും കുടിക്കാൻ നോക്കുക. നല്ല ഉറക്കം, ഒരു 6 to 8 hours വരെയുള്ള ഉറക്കം, പ്രത്യേകിച്ച് രാത്രി നേരത്തെ കിടന്ന് ഉറങ്ങുകയും നേരത്തെ എണീക്കുകയും ചെയ്യുന്നത് ഹോർമോണിൻ്റെ പ്രൊഡക്ഷന് വളരെ ഹെൽപ്ഫുള്ളാണ്. മൂന്നാമതെന്ന് പറയുന്നത് നമ്മൾ ഷുഗർ കണ്ടൻറ്റ് കുറച്ചെടുക്കുക അല്ലെങ്കിൽ അത് ഷുഗർ കണ്ടൻറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കൂടുതലും നമ്മൾ ജ്യൂസസ്, നമുക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സ്, സ്ക്വാഷ് ഇതൊക്കെ കൂടുതലും നമുക്ക് ഈ ബേക്കറിലൊക്കെ കിട്ടുന്ന കേക്ക്, ലഡു ഇതുപോലത്തെ മധുര പലഹാരങ്ങളിലൊക്കെ ഈ കോൺ സിറപ്പ് അടങ്ങിയിട്ടുള്ളതാണ്. സോ ഇത് നമ്മുടെ ബ്ലഡിൽ ഷുഗറിൻ്റെ അളവ് വീണ്ടും കൂട്ടുകയും ഇത് കാലറി ബേൺ ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ കാലറി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലും കാരണമാകുന്നു. സോ കഴിവതും ഈ ഹൈ ഫ്രക്ടോസ് പോലുള്ള കണ്ടൻസ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുന്നത് ഒഴിവാക്കുക. കൂടാതെ ഡെക്സ്ട്രോസ് ഷുഗർ, അതായത് നമ്മൾ കൂടുതലും ഈ ഡേറ്റ്സ് നല്ലതാണ്, ബട്ട് ഡേറ്റ് സിറപ്പ് അതുപോലെ തന്നെ ഹണി ഇതിലൊക്കെ ഫുള്ളും, അതായത് കടയിലൊക്കെ വിൽക്കുന്നതൊക്കെ ഫുള്ളും അല്ലെങ്കിൽ ഓർഗാനിക് അല്ലാത്തതിനെല്ലാത്തിലും ഇതിനൊക്കെ ഡെക്സ്ട്രോസ് ഷുഗറിൻ്റെ അളവ് വളരെ കൂടുതലാണ്. സോ ഇതൊക്കെ ഒരു പരിധിവരെ ഇൻസുലിൻ്റെ അളവ് കൂട്ടുന്നതിന് കാരണമാകുന്നു. നമുക്ക് വീട്ടിൽ കറി ലീവ്സ്, ഉലുവ അതുപോലെ തന്നെ മുരിങ്ങയില, പിന്നെ ഹിബിസ്കസ് ഇതൊക്കെ നമുക്ക് ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റിനെ കുറയ്ക്കുന്നു. സോ ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും അല്ലെങ്കിൽ ജ്യൂസായിട്ടോ എന്തെങ്കിലും ഡിക്കോഷൻസ് ആയിട്ടോ കഴിക്കുന്നത് ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റിനെ കുറയ്ക്കുന്നു. ഈ PCOD ഉള്ളവരിൽ കഴിവതും പെട്ടെന്ന് വിശപ്പ് അനുഭവപ്പെടാറുണ്ട്. അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും സാധാരണ നമ്മളൊരു 3 നേരത്തുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത്. പക്ഷേ കഴിവതും PCOD ഉള്ളവർ അത് 3 എന്നത് മാറ്റി 6 ലഘു ഭക്ഷണങ്ങളാക്കുന്നത് കൂടുതൽ വിശപ്പ് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ന്യൂട്രിയൻസ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കൂടുതൽ ഉള്ളിലോട്ട് എടുക്കുന്നതിനും ഹെൽപ്ഫുള്ളാണ്. കഴിവതും രാവിലത്തെ ഭക്ഷണം പ്രോട്ടീൻ റിച്ചും അതുപോലെ തന്നെ ഹെൽത്തി ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. പ്രോട്ടീൻ റിച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് എഗ് വൈറ്റ് എടുക്കാം, അതുപോലെ തന്നെ നോൺ വെജസ് എടുക്കാം. കൂടാതെ ഫാറ്റ് എടുക്കുമ്പോൾ നമ്മൾ കഴിവതും നട്ട്സും അതുപോലെ തന്നെ ഹെൽത്തി എഡിബിൾ ആയിട്ടുള്ള വെജിറ്റബിൾ ഓയിൽസ് ഒക്കെ എടുക്കുന്നത് നല്ലതാണ്. പിന്നെ സീഡ്സ് എടുക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ ഒരു 11 o'clock ഒക്കെ ആകുമ്പോൾ എന്തെങ്കിലും ഒരു ഫ്രൂട്ടോ വെജിറ്റബിൾ ജ്യൂസോ എടുക്കുന്നത് നല്ലതാണ്. കഴിവതും ഉലുവ, മുരിങ്ങയില ജ്യൂസ് ഇതൊക്കെ വളരെ നല്ലതാണ്. അതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഒരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ അത് നമ്മൾ 4 ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഭാഗത്ത് അല്പം ചോറ്, ഒരു ഭാഗത്ത് അല്പം സാലഡ്സ്, കൂടുതലും കുക്കുംബർ, ക്യാരറ്റ്, ടൊമാറ്റോ ഇതൊക്കെ അടങ്ങിയ സാലഡ്സ് എടുക്കുക. വേറൊരു ഭാഗത്ത് നമുക്ക് വെജിറ്റബിൾസ് എടുക്കാം, ബോയിൽഡ് വെജിറ്റബിൾസ് എടുക്കാം. അടുത്ത 4ാമത്തെ ഒരു ഭാഗത്ത് നമുക്ക് പ്രോട്ടീൻസ് എടുക്കാം. അത് കൂടുതലും കറി വെച്ചതാകണമെന്നേ ഉള്ളൂ, കാരണം ഫ്രൈ ചെയ്യുമ്പോൾ വീണ്ടും അതിൻ്റെ ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലാകുന്നു. സോ കഴിവതും കറി വെച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ബോയിൽ ചെയ്തിട്ടുള്ളതോ, മുട്ട വേവിച്ചതോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് എടുക്കാം. സോ നമുക്ക് വയറും ഫുള്ളാകും, അതുപോലെ തന്നെ നമുക്ക് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റും കിട്ടും. ചിലരൊക്കെ ഈ PCOD ആകുമ്പോൾ ഉടനെ തന്നെ റൈസ് അങ്ങ് കട്ട് ചെയ്യുക. പക്ഷേ റൈസിലുള്ള ബി കോംപ്ലക്സ് വിറ്റമിൻസ് റൈസിലാണുള്ളത്. സോ ഈ തൈമിൻ പോലുള്ള കണ്ടൻറ്റൊക്കെ ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമാണ്.
ഈ പെട്ടെന്ന് നമ്മൾ സഡനായിട്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ PCOD മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഡയറ്റിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ് നമ്മുടെ ഹെയർ ഫോൾസ് കൂട്ടുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് റിങ്കിൾസ് ഉണ്ടാക്കുന്നു. കാരണം കിട്ടിക്കൊണ്ടിരുന്ന ഒരു പോർഷൻ ഓഫ് അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരുന്ന ഒരു കണ്ടൻറ്റ് നമ്മുടെ ബോഡിയിൽ നിന്ന് കുറയുന്നത് കൊണ്ടാണ് ഈ പ്രവർത്തനം ഉണ്ടാകുന്നത്. സോ കഴിവതും എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സ്ലോലി ആയിട്ടുള്ള ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു കുറവ് വേണം നമ്മൾ ഫുഡിൽ എപ്പോഴും കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ 4 പ്ലേറ്റ് ഭാഗിച്ച് അതിൽ ഓരോരോ പോർഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ കുറയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം നമ്മളൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഫോമാണ്, ഡെയിലി റിക്വയർമെൻ്റ് ആയിട്ടുള്ള ഫോമാണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കൂടുതലും എന്താ പറയുക, ഈ PCOD ഉള്ളവർക്ക് കാർബ്സിൻ്റെ അളവ് ബ്ലഡിൽ കുറയുമ്പോൾ തന്നെ വീണ്ടും പെട്ടെന്ന് വിശക്കും. സോ കഴിവതും എന്ന് വെച്ചാൽ ചെറിയ ചെറിയ മീൽസ് എടുക്കുന്നത് പോലെ നമുക്ക് കടല വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ പയർ വേവിച്ച് കഴിക്കാം, കട്ട് ഫ്രൂട്ട്സ് കഴിക്കാം, കട്ട് വെജിറ്റബിൾസ് കഴിക്കാം. ഇതുപോലെ എന്തെങ്കിലും കഴിക്കുന്നത് നമുക്ക് എന്താ പറയുക കൂടുതൽ വിശക്കുന്നതും കുറയ്ക്കും. അതുപോലെ തന്നെ അപ്പോൾ കൂടുതൽ വിശക്കുമ്പോൾ നമ്മളത് ചോറൊക്കെ ഒത്തിരി കഴിക്കും. ഓക്കെ, അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലഘു ഭക്ഷണങ്ങളെങ്കിൽ മൈൽഡ് മീൽസ് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ്. കൂടാതെ അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ സിന്നമൺ ടീ, ജിഞ്ചർ ടീ, ഗ്രീൻ ടീ ഇതുപോലത്തത് അല്ലെങ്കിൽ ലെമൺ ടീ എടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. ഒപ്പം രാത്രി നമ്മൾ കഴിവതും ഒരു 6:30 മുമ്പ് തന്നെ, ഒരു 6:30 ആകുമ്പോഴേ എന്താ പറയുക നമ്മുടെ സപ്പർ അല്ലെങ്കിൽ ഡിന്നർ കഴിച്ച് തീർക്കുന്നത് വളരെ നല്ലതാണ്. കാരണം അതൊരു 6:30 ടു നെക്സ്റ്റ് മോർണിംഗ് 6 വരെ ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പോലെയാണ്. ഒന്ന്. രണ്ടാമത്തെന്ന് വെച്ചാൽ നമുക്ക് ഹെവി ഫുഡ് അല്ലെങ്കിൽ ഹെവി മീൽസ് ഒത്തിരി ലേറ്റ് നൈറ്റിൽ എടുക്കുമ്പോൾ ഇതിന് വേണ്ടിയിട്ട് തന്നെ, ഈ ഡൈജഷന് വേണ്ടിയിട്ട് തന്നെ നമ്മുടെ ഫുൾ എനർജി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമുക്ക് അമിതമായിട്ട് രാത്രി കഴിക്കുന്നത് വീണ്ടും വണ്ണം കൂടുന്നതിനും ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുന്നതിനും കാരണമാകുന്നു. സോ കഴിവതും രാത്രി സൂപ്പോ ഫ്രൂട്ട് സാലഡോ അല്ലെങ്കിൽ വെജിറ്റബിൾ സാലഡോ അല്ലെങ്കിൽ ബോയിൽഡ് വെജിറ്റബിൾസോ കഞ്ഞി വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ കഞ്ഞിക്ക് കൂടെ തന്നെ പയറോ കടലയൊക്കെ ചേർത്തിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതോടൊപ്പം തന്നെ നമുക്ക് സ്ഥിരമായിട്ട് പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇത് നമ്മുടെ മെൻ്റൽ സ്ട്രെസ്സിനെ കുറയ്ക്കുന്നു. കൂടാതെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇവയൊക്കെ നമ്മുടെ റിലാക്സേഷനും മെൻ്റൽ സ്ട്രെസ്സ് കുറയ്ക്കുന്നതിന് വളരെ ഹെൽപ്ഫുള്ളാണ്. ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ, പ്രത്യേകിച്ച് മെലനിൻ്റെ പ്രൊഡക്ഷന് വളരെ ഹെൽപ്ഫുള്ളാണ് സ്ഥിരമായിട്ട് മെഡിറ്റേഷനും പ്രാണായാമവും പ്രാക്ടീസ് ചെയ്യുന്നത്. കൂടാതെ നമുക്ക് PCOD മാനേജ് ചെയ്യാൻ പറ്റുന്ന 5 ആസനാസ് നോക്കാം. ഒന്ന് പശ്ചിമോത്താസന അല്ലെങ്കിൽ നമുക്ക് അർദ്ധ പശ്ചിമോത്താസന പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. പിന്നെ അർദ്ധമച്ഛന്ദ്രാസന, തിത്തലിയാസന, ഭദ്രാസന, ഉഷ്ട്രാസന. അവയൊക്കെ നമുക്ക് എന്താ പറയുക, ഇത് കൂടുതലായിട്ട് നമ്മുടെ പെൽവിക് റീജിയനെ, നമ്മുടെ അബ്ഡോമനെയും ഫോക്കസ് ചെയ്തിട്ടുള്ള ആസനാസാണ്. ഇത് കൂടുതൽ നമ്മുടെ പെൽവിക് ഫ്ലോറിലോട്ടും അതുപോലെ തന്നെ പെൽവിക് റീജിയനിലോട്ടും ബ്ലഡ് ഫ്ലോ കൂട്ടുന്നു. ഇത് നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ഓവുലേഷൻ നോർമൽ ആക്കുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നു. സോ നമുക്ക് PCOD ശരിയായിട്ടുള്ള ഭക്ഷണ രീതിയിലൂടെയും വ്യായാമത്തിലൂടെയും നല്ല ഉറക്കത്തിലൂടെയും മാനേജ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പുതിയൊരു ഹെൽത്ത് ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാം.